എന്താ മല ഇത്? കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ? എന്റെ അച്ഛനെ ഒന്ന് കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞില്ലേ, ഇനി അത് ഓർത്തിരുന്ന് വെറുതെ കരഞ്ഞിട്ട് എന്തിനാ? അച്ഛൻ പാവായിരുന്നു, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്റെ അച്ഛൻ. ഇനി നിന്നെ സ്നേഹിക്കാൻ ഈ പുരയിൽ എല്ലാവരും ഉണ്ട്. ഇവിടെ ഉള്ളത് സ്നേഹമല്ല, വേറെ എന്തൊക്കെയോ ആണ്. എന്റെ അച്ഛൻ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. നിന്റെ വിഷമം ഇവിടെ ആർക്കും മനസ്സിലാവില്ല മാല. കാരണം അച്ഛനുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ലല്ലോ. എന്താ? വരാൻ പറഞ്ഞിരുന്നു. ആ പറവോ, ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഉവ്വ്, പൂജാരി പറഞ്ഞു. പോലീസും കൂട്ടമൊക്കെ അവിടെ നിന്ന് പോയോ? ഉവ്വ്. എന്നാലും ആ പട്ടിക്ക് തൂങ്ങാൻ കണ്ട ഒരു സ്ഥലം അമ്പലമണി. ആ തന്നെ ഞാൻ എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? അത് പിന്നെ താനിനി ആ മണി അടിക്കണ്ട. ഒരുത്തൻ തൂങ്ങിച്ചത്ത് അശുദ്ധമാക്കിയ ആ മണി അമ്പലത്തിൽ നിന്ന് മുഴങ്ങണമെന്ന് ആലോചിക്കേണ്ട കാര്യമാ. ഏതായാലും ഇന്ന് സഭ കൂടുന്നുണ്ട്, രണ്ടിലൊന്ന് അപ്പം അറിയാം. എന്താ? ഓ ആ എന്നാ ഇനി പറവൂ ചെല്ല്. ആ ദേ ഇതൊന്ന് നോക്കിയേ, എങ്ങനുണ്ട്? എല്ലാം കൊള്ളാം, പക്ഷെ നിങ്ങൾ പറയുന്ന വിലയാണേ സഹിക്കാൻ പറ്റാത്തത്. അതിന് വില ആര് ചോദിച്ചു? ഇഷ്ടപ്പെട്ട എടുക്കണം, കാശിന്റെ കാര്യം പിന്നെയല്ലേ. പിന്നെ ആണെങ്കിലും ഞാൻ തന്നെ തരണ്ടേ എന്റെ ഒരു. എനിക്കിത് കേൾക്കുമ്പോഴാ അതിനുള്ള കൊമ്പൻ സ്രാവുകളെയൊക്കെ അവരും ഇവിടെ എത്തിക്കില്ലേ? വാ. എന്തിനാ? ഒന്ന് വാ. ഞാനില്ല, നിങ്ങൾ ചെല്ല്. വരാനേ? വേണ്ട, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ. എന്തായി കാണിക്കുന്നു? അപ്പൊ ഇത് വേണ്ട അല്ലേ? മാല വാ, പുരയിലമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്നത് നോക്ക്. ഈ പിള്ളേരുടെ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന സർദാർജി മാലയെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? എന്താ?
നേരെ പിടിയിടും. ഓ ആ വലിച്ചോ. ഇറക്കിക്കോ. പതുക്കെ. വാ. പോവാം. ആണ് വേണോ പെണ്ണ് വേണോ? ആണ്. അപ്പൊ ആണ് വേണോ അല്ലേ? ദേ, ആണായി. ഇനി ഒരു പെണ്ണ് വേണം, മാലേച്ചിയെ പോലെ. മാലേച്ചിയോ? അതാരാ? അതൊക്കെ ഉണ്ട്. എങ്ങനെ, സുന്ദരിയാണോ? അതുപോലെ പറ്റോ? ദേ പെണ്ണ്. ആഹാ. ഇപ്പോഴോ? ഇനി നിനക്ക് എന്താ വേണ്ടത്? നീ പറയടാ. ഇനി മഹി, നിന്നോട് കൊളുത്തൊന്ന് നോക്കി വരാൻ പറഞ്ഞു ആശാൻ. തേഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ പണിയാനാത്രേ. വാടാ. എഴുന്നള്ളിക്കുന്ന കുതിരയുടെ പുറത്ത് അവന്റെ നെകളിപ്പ്. അതൊരു തൊഴി വെച്ച് തന്ന നിന്റെ കിടനാമണി തെറിച്ചു പോകും. ആ ബാ ബാ. കൊള്ളാലോ. നിനക്കൊരാളെ കാണിച്ചു തന്ന ആരാന്ന് പറയോ? എന്നാ വാ, വേഗം വാടാ. അയ്യോ,
ഓ ദാ അവിടെ. അവിടെ ആരുമില്ലല്ലോ. ചിത്രകാർ കഴിഞ്ഞോ? ഇല്ല, ഞാനിങ്ങ് പോന്നു. എല്ലാം പഴയ പാട്ടുകളാ. ഇങ്ങനെയല്ല, അതുപോലും അറിയില്ല ഈ പെണ്ണിന്. വേഗം നടക്കും അങ്ങോട്ട്. പിന്നെ വെറുതെ. വെറുതെ കയറാ ഇതെന്താ സാത്രോ ആണോ? അധികം വെളച്ചിലെടുക്കല്ലേ. ആരാടാ നീ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താ മോർ, ആരാ ഇവൻ? ആ ഊരും പേരൊന്നും പറഞ്ഞില്ല, നേരെ വന്നങ്ങ് കേറി. ആരാടാ നീ? സത്യം പറ. കള്ളനാണോ? കള്ളനൊന്നുമല്ല, ഞാൻ മഹി, മൂശാരിയാ. മണി പണിയാൻ വന്ന. വിടൂ മോർ, അവിടുത്തെ ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങാൻ വന്നതാകും. ആണോടാ? ഏയ്, ഞാൻ അതിനൊന്നും വന്നതല്ല. കുറച്ചാളുകൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ, അതിലൊരാളെ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. അത് ഇവരിൽ ആരാണ്? കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. അത് ശരി മോർ, അതാരാന്ന് ഇവനൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. ആടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. മൂശാരി ചെക്കനും പൊരേ കയറണമെന്ന് കാലം പോയൊരു പോക്കേ. ഞാൻ കാണിച്ചു തരാടാ. നടക്കാം, തിരിഞ്ഞു നോക്കാം, പോടാ. ഇവൻ ഇന്ന് വാങ്ങിച്ചു കെട്ടും. നിന്നോട് പോകാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ചുറ്റി തിരിയണോ? മേലാൽ ഈ പരിസരത്തകനും കണ്ട ഊന്തിക്കളയും ഞാൻ. ഏതാ അവൻ? മണി പണിയാൻ വന്ന മൂശാരിയാ. അവനിപ്പൊ പൊരയിലും വന്ന് പണിയണോന്ന്.
ഏ?